ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അടുക്കളയിലുള്ള അമ്മമാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഇപ്രാവശ്യം നമ്മളത് കാണിക്കാൻ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അലുമിനിയം പാത്രത്തിൻ്റെ ഉള്ളിലത്തെ കറ പോകാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ക്ലീൻ ചെയ്യണത്. ഇതിപ്പോൾ ഈ കനം കുറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അലുമിനിയം പാത്രമാണ് കേട്ടോ. ഒരു ചെറിയ ചീഞ്ചട്ടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെക്കുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. കരിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ബാക്ക് വശത്തെ നിറം നിങ്ങൾ ആദ്യമേ കണ്ടല്ലോ, അത് എണ്ണമെഴുക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കറ പിടിച്ചിട്ട് അങ്ങനെയായിട്ടുള്ളതാട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഈ ടിപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതെല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെ കറ പിടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാണ്ട് ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊരു ടിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായി അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പാത്രത്തിൻ്റെ അവസ്ഥ. മുട്ടയൊക്കെ പൊരിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അതിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അടിയിൽ കറക്റ്റായിട്ട് മെഴുക്ക് പിടിച്ചിട്ട് കണ്ടാൽ ഇതേപോലത്തെ നിറം വരും ചെയ്യും കേട്ടോ. അത് കനം കുറഞ്ഞ അലുമിനിയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനാണ് പതിവ്. പക്ഷേ ബാക്കിലത്തെ കറ അങ്ങനെ നമ്മൾ കളയാറില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മളൊരു ടിപ്പ് ഉപയോഗിച്ചിട്ട് കളയും കേട്ടോ. അപ്പോൾ ആ ടിപ്പാണ് നമ്മൾ ഇന്ന് വീഡിയോ കൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എണ്ണകൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മഞ്ഞ കറ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടിപ്പ് എന്താണെന്ന് കണ്ടോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെക്കാം കേട്ടോ. നമ്മളെ ഈ ചീനച്ചട്ടി മുങ്ങിക്കെടുക്കാനുള്ള പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതേ വെള്ളം തിളയ്ക്കാറാവുമ്പോൾ ഒരു പിടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങയാണ് കേട്ടോ. ചെറുനാരങ്ങയുടെ നീര് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ പാത്രമായ കാരണമാണ് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എത്ര വലിയ പാത്രമാണെന്ന് വെച്ചാൽ എടുക്കണ പാത്രത്തിൻ്റെ വലിയ പാത്രത്തിൽ വേണം കേട്ടോ നിങ്ങൾ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞ് ചീഞ്ചട്ടി ആയ കാരണം കേട്ടോ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് മൊത്തം ഞാൻ നമ്മുടെ വെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. വെള്ളം തിളച്ച് നമ്മൾ ഇട്ടിട്ടുള്ള ഉപ്പും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കറകളുള്ള പാത്രത്തിനേക്കാളും വലിയ പാത്രത്തിൽ വേണം നിങ്ങൾ വെള്ളം വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് നന്നായി മുക്കി വെച്ചിട്ട് വേണം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നീരും ഉപ്പും കൂടിയിട്ടുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിത് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സോഡ ഇട്ട് കൊടുക്കുമ്പോൾ ആകെ അങ്ങോട്ട് തിളച്ച് വരുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്, ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് പാത്രം കഴുകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് ലിക്വിഡ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ വിം ലിക്വിഡാണ് എടുത്തിട്ടുള്ളത്. അത് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് പതയണ വിധത്തിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പും അതൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞുണ്ടാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പാത്രമല്ലേ, നമ്മൾ ഈ കറ പിടിച്ചിട്ടുള്ള പാത്രം ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കുറവായിരുന്നു കേട്ടോ, കുറച്ചും കൂടി വെള്ളം വെക്കണമായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പിടിയുള്ള കാരണം തന്നെ നമുക്ക് ചെറിയൊരു പാത്രമായി പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറച്ചു കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ വെക്കണം കേട്ടോ. നമ്മൾ ഈ പാത്രം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ട അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇളക്കി പോകുന്നു തുടങ്ങിയിട്ടുണ്ട്. ബാക്കിലത്തെ നമ്മൾ ആദ്യമേ കണ്ടിട്ടുള്ള പോലെയല്ല, കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കറകളൊക്കെ കുറച്ചൊക്കെ ഈ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ചൊരിച്ച് കെടുക്കുക വേണ്ട കേട്ടോ. അപ്പോൾ പിന്നെ ആ ചെറുനാരങ്ങയുടെ തൊലിയുണ്ട്, അത് ഉപയോഗിച്ച് നമ്മുടെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോഴേക്കും നമ്മളിത് ഈ ഉട്ടി പിടിച്ചിട്ടുള്ള സാധനങ്ങളില്ലേ, ഇതിപ്പോൾ എന്തോ മുട്ട പൊരിച്ചതിൻ്റെ എന്താണോ. അപ്പോൾ കണ്ട അത് നന്നായിട്ട് ഇളകി പോരുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇളകി പോരുന്നുണ്ട്. അപ്പോൾ ഈ ചെറുനാരങ്ങ തൊലി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉരച്ചെടുക്കാം കേട്ടോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകണ സ്റ്റീൽ സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരിക്കലും പാത്രങ്ങൾ അങ്ങനെ കഴുകരുത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഭയങ്കരമായിട്ട് തേയുമ്പോൾ നന്നായി പാത്രങ്ങളിൽ കോറിൽ വരും ചെയ്യും, നല്ലോണം തേയ്മാനം സംഭവിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചകിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ തേച്ചൊരച്ച് കഴുകിയോളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലെ പഴയ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ എന്ത് സാധനമാണ് നമ്മൾ കഴുകാൻ ഉപയോഗിക്കണേ അത് ഉപയോഗിച്ചിട്ട് കഴുകിക്കോളൂ കേട്ടോ. വിം ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പതയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ഉരച്ച് കഴിയുള്ളൂ. അല്ലെങ്കിൽ വെണ്ണീറ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉരച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് ചകിരി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴുകാൻ ശ്രദ്ധിച്ചോളൂ. ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബ് ഉപയോഗിച്ചിട്ട് കഴുകരുത് കേട്ടോ. അപ്പോൾ അതായത് കണ്ട നന്നായി ഉരച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഈ നമ്മുടെ ചെറുനാരങ്ങയുടെ ഇതും വെച്ചിട്ട് ഉരക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങയുടെ ഇത് വെച്ച് ഉരയ്ക്കുമ്പോൾ തന്നെ നല്ലോണം ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ പരമാവധി സോപ്പ് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ടൊന്ന് ഉരച്ചോളൂ. അധികം ഉരച്ച് കഴുകേണ്ട പ്രയാസമൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ ദേ കണ്ടില്ലേ ഇതേപോലത്തെ കളർ വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.